IPC ചേർച്ചിൽ നിന്ന് വന്നതാണ്. എന്റെ ഫാമിലി, എന്റെ മമ്മിയും ഡാഡിയുടെയും പ്രാർത്ഥന കൊണ്ട് ഞാൻ എത്തിയതാണ്. ദൈവം ഒരു മനുഷ്യൻ, ഓരോ വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പല രീതിയിലാണ്. എന്നെ രൂപപ്പെടുത്തിയത് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. എന്നെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് രൂപപ്പെടുത്തിയത്. ഞാൻ മ്യൂസിക്കൽ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും പറയാം, മോർ ദാൻ എനിത്തിങ് ബിക്കോസ് ഓഫ് മൈ മോം ആൻഡ് ഡാഡ്സ് പ്രേയർ ഐ എം ഹിയർ. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്റെ അച്ഛനമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. സോ ആർക്കെങ്കിലും അങ്ങനെ ഒരു വരം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, you have to just keep praying for their children because you don't know what their children are going to be. അവരുടെ മക്കളെ എന്തായി ഭാവിയിൽ ആയിത്തീരുന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ ഈ രോഗം ഭരിക്കുന്നതായിരിക്കാം, ഈ രാജ്യം ഭരിക്കുന്നതായിരിക്കാം, ചില മ്യൂസിക്കായിരിക്കാം, മ്യൂസിഷ്യൻ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം. മേ ബി he was one of the best person that you ever found. It's all because of the prayer. അതിന്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനൊന്ന് പറയാം. It's not about making money. It's not about being looking good. It's not being famous. It's not being you have powerful souls. ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ വലുതാക്കുന്നത്. എത്ര പൈസ ഉണ്ടായാലും, എത്ര പേരുണ്ടായാലും, എത്ര ഭംഗി ഉണ്ടായാലും, എത്ര പവർഫുൾ ആയാലും, എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും ഒന്ന് ഞാൻ പറയാം, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല. You are nothing when you doesn't have a love of God, when you have a touch of God. ദൈവത്തിന്റെ ഒരു തൊടൽ, ആ ഒരു സ്പർശം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആരുമല്ല. നിങ്ങൾ ചിലപ്പോൾ വലിയ മഹാനായിരിക്കാം, നാട്ടിൽ വലിയ വ്യക്തികളായിരിക്കാം, നിങ്ങൾക്ക് കുറെ എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കണ്ടായിരിക്കാം, പക്ഷെ അതർ ദാൻ if you don't have the touch of God, you are nothing. So അങ്ങനെ സ്പർശിക്കാൻ കഴിവുള്ള ഏക ദൈവം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. He is the Son of living God. He came to the earth and lived for the humankind, and he died. On the third day he rose again. നമ്മൾ എത്രയും വലിയ ആളാവാൻ ശ്രമിച്ചാലും നമുക്ക് ദൈവം ആവശ്യമാണ്. ദൈവം ആവശ്യമല്ലാത്ത ഒരു വ്യക്തിയും ഇന്ന് ലോകത്തില്ല. ഇന്ന് ഞാൻ പറയാം, നിങ്ങൾ എപ്പോഴും നല്ല ഡ്രസ്സെല്ലാം ഇട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. യു മേ ഹാവ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻസൈഡ്. നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കുറെ വിഷയങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത പല വിഷയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്കറിയില്ല എന്താണെന്ന്, പക്ഷെ ഇതറിയുന്ന ഒരു ശക്തിയുള്ളൂ, ദാറ്റ് ഈസ് ഗോഡ്. ആ ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കുക. ആൻഡ് ഐ തിങ്ക് നിങ്ങളുടെ സമാധാനം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം, ഇല്ലാത്തൊരു സമാധാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിന്റെ വളരെ ചെറിയ എക്സാമ്പിളാണ് ഞാനൊരു വലിയ മഹാനാണോ, ഞാൻ നല്ലവനായ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു, എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ. പക്ഷെ when I give to God, I feel that He is the only one to hear and listen to me. So that is what the power of God. അതിന്റെ അങ്ങനെ ജീവിച്ചു വന്ന എല്ലാ വ്യക്തികളും ഇന്ന് ദൈവത്തിന്റെ അവകാശികളാണ്. അത് ഉറപ്പാണ്. ദൈവത്തിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. That is the rule that God has kept. So believe in it and you're going to be in heaven. കാരണം മരണം നമ്മൾ ജീവിക്കും, ഒരു 50 വയസ്സ്, 50, 80 വയസ്സ്, 100 വയസ്സ് വരെ ജീവിക്കും. അത് കഴിഞ്ഞാൽ എവിടെ? അത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാനുള്ള സ്കോപ്പ് ദൈവം തന്നിട്ടുണ്ട്. അത് ജീവിക്കാം. So we have to say, Lord, I need you. Lord, I need you. ദൈവമേ, എനിക്ക് നിന്റെ ആവശ്യമാണ്. ആവശ്യമല്ല, ദൈവത്തിന് ആവശ്യമല്ലാത്തൊരു വ്യക്തിയും ഇന്ന് ലോകത്തിലില്ല, ജീവിച്ചിരിക്കാൻ വഴിയില്ല. We need Lord, we need Jesus. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. ദൈവമേ, എനിക്ക് നിന്നെ ആവശ്യമാണ്. എല്ലാ മണിക്കൂറും, എല്ലാ സെക്കൻഡും എനിക്ക് നിന്നെ വേണം. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ എന്റെ നീതിയായി, എന്റെ വെളിച്ചമായി ദൈവം എനിക്ക് നിന്നെ വേണം. Lord, I come, I confess, moving here I find my rest. Without you I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness.
my righteousness. Oh God, how I need. Thank you so much.